ക്രിസ്തു ജനിച്ച ഗുഹയിൽ നിന്ന് അധികം അകലത്തിലല്ലാതെ കുറേ ആട്ടിടയന്മാർ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്തൊരു വെളിച്ചം. അവർ ഞെട്ടിയുണർന്നു. അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു മാലാഖ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, ഇതാ സർവ്വജനത്തിനും ആനന്ദം അരുളുന്ന ഒരു സന്തോഷവാർത്ത ഞാൻ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, കർത്താവായ മിശിഹ തന്നെ." അവർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടി മാലാഖ അവർക്ക് അടയാളം പറഞ്ഞുകൊടുത്തു. പിള്ളക്കച്ച കൊണ്ട് ചുറ്റി പുൽത്തൊട്ടിയിൽ ശയിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യം കൂട്ടം കൂട്ടമായി മാലാഖയുടെ ചുറ്റും നിരന്നു. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവം പ്രസാദിച്ചവർക്ക് സമാധാനം. ആ ദൂതവൃന്ദം സ്വർഗത്തിലേക്ക് പോവുകയും അവരുടെ പാട്ടിൻ്റെ അലയടി നിലനിൽക്കുകയും ചെയ്ത ഉടനെ കുഞ്ഞിനെ കാണാനായി ആട്ടിടയന്മാർ ധൃതിയിൽ യാത്രയായി. മേരിയെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ ശയിച്ചിരുന്ന ശിശുവിനെയും അവർ കണ്ടു. ഉണ്ണിയെ കണ്ടയുടനെ മാലാഖമാർ അവരോട് അറിയിച്ചതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടു. മാലാഖമാരിൽ നിന്ന് കേട്ട സന്ദേശം അവർ വിശ്വസിക്കുകയും ചെയ്തു. മാലാഖമാരുടെ പ്രത്യക്ഷപ്പെടൽ, അവരുടെ പാട്ട്, ഇതേപ്പറ്റിയെല്ലാം മേരി ആട്ടിടയന്മാരിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷേ മേരി ഇതേപ്പറ്റി ഒന്നും പറയാതെ ഹൃദയത്തിൽ ഓർത്തോർത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇടയന്മാർ മടങ്ങി. അവരെ അറിയിച്ചിരുന്ന പ്രകാരം എല്ലാം തന്നെ കണ്ടതിനും കേട്ടതിനും അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവമഹത്വത്തെപ്പറ്റി വാഴ്ത്തിപ്പാടി.